വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മനെയും പരിഗണിക്കുന്നതായി സൂചനകൾ പുറത്തുവരുന്നു. ചാണ്ടി ഉമ്മൻ, മുരളീധരൻ, അതുപോലെ തന്നെ ലിജു അങ്ങനെ തുടങ്ങിയ ചില നേതാക്കളെ ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോഴിതാ വാർത്തകൾ പുറത്തുവരുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെ രാവിലെയോ കൃത്യമായ ഒരു പദ്ധതി കൃത്യമായി മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. ചാണ്ടി ഉമ്മനിലേക്ക് വരികയാണെങ്കിൽ ഏറെ അർഹതപ്പെട്ട, എന്തായാലും യുവാക്കൾ നയിക്കട്ടെ എന്ന മട്ടിൽ തന്നെയാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ചാണ്ടി ഉമ്മൻ. പക്ഷേ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിയായി കാണണമെന്ന് അത്ര ആഗ്രഹമില്ല എന്ന് ചാണ്ടിയുടെ അമ്മ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ആ അമ്മ ഏതൊരു വികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു ഒരു ചിന്തയിൽ നിന്നായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാം. കാരണം രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതലും കയ്പ് അനുഭവം എന്താണ് എന്ന് അറിഞ്ഞ ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയുടെ മകനും അതേ വഴിയിലേക്ക് കയ്പ് അനുഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാകണം അമ്മ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ചാണ്ടി ഉമ്മനെ മന്ത്രിയായി കിട്ടണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിന്ന ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ ഒരു വകുപ്പ് കൊടുത്ത ആ വകുപ്പ് മുഴുവനായി വരട്ടെ. കാരണം അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ആരൊക്കെ കൃത്യമായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ എത്തിയിരുന്നു. പാർട്ടി സ്ഥാനങ്ങൾ തന്നാലും ഇല്ലെങ്കിലും പാർട്ടിക്കാരനായി നിലകൊള്ളുമെന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണുന്നത് തന്റെ മര്യാദയാണെന്നും എല്ലാ ആശംസകളും നേർന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പാർട്ടിയാണ് വലുത്, പാർട്ടി മന്ത്രിസ്ഥാനം തന്നാലും ഇല്ലെങ്കിലും പാർട്ടിക്കാരനായി തന്നെ നിലകൊള്ളുമെന്നാണ് പറയുന്നത്. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞ വാക്കുകളാണിത്. ചാണ്ടിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഞാൻ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണുന്നത് എൻ്റെ ഒരു മര്യാദയാണ്. അപ്പം അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നത് ശരിയാണ്, പക്ഷെ അതെൻ്റെ മാതാവിനെ കാണാനും അതുപോലെ തന്നെ എൻ്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ഒഫീഷ്യലി കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേർന്നു. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഏത് തീരുമാനവും എടുക്കും. പാർട്ടിയാണ് എല്ലാം. ഇപ്പോഴും നമുക്ക് പാർട്ടി വലുതാണ്, പാർട്ടിയാണല്ലോ. പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. പാർട്ടി തന്നാലും തന്നില്ലേലും പാർട്ടിയോടൊപ്പം. അതേസമയം വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയി. നിർണായകമായ പാർട്ടി നേതൃയോഗത്തിന് ശേഷമാണ് 5 മന്ത്രിമാരുടെ പേരുകൾ അടങ്ങിയ പട്ടിക ലീഗ് തയ്യാറാക്കിയത്. ലീഗ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന 5 മന്ത്രിമാരുടെ പട്ടിക ഇങ്ങനെയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ വ്യവസായ IT മന്ത്രിയുമാണ്. പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി K.M. ഷാജി പാർട്ടിയുടെ പ്രമുഖരായ മുൻ MLA-യും മികച്ച വാഗ്മിയുമാണ്. തീപ്പൊരി പ്രസംഗത്തിലൂടെ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും ശ്രദ്ധേയനായ നേതാവാണ്. ഇനി N. ഷംസുദ്ദീൻ മണാർക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള MLA, നിയമസഭയിൽ മികച്ച പ്രകടനങ്ങളിലൂടെയും സഭാ നടപടിക്രമങ്ങളിലൂടെയും അറിവിലൂടെയും ശ്രദ്ധേയനായ ആളാണ് അദ്ദേഹം. പാറയ്ക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ നിന്നുള്ള മുൻ MLA, മലബാറിലെ ലീഗിന്റെ ശക്തനായ സംഘടകരിൽ ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ V. ഗഫൂർ പാർട്ടിയുടെ മറ്റൊരു പ്രമുഖ നേതാവ്. ഇദ്ദേഹത്തെയും മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ AKM അഷ്റഫാണ് മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. അതേസമയം പ്രമുഖ നേതാവായ P.K. ബഷീറിനെ ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല എന്നതും ഈ തീരുമാനത്തിലെ ശ്രദ്ധേയമായ കാര്യമാണ്. 5ാം മന്ത്രി പദവി ലീഗിന്റെ അവകാശവാദവും അനിശ്ചിതത്വവും നിറഞ്ഞതാണ്. 5 മന്ത്രിസ്ഥാനങ്ങൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ലീഗ് ഇപ്പോൾ 5-അംഗ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ 5ാം മന്ത്രി പദവിയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. കോൺഗ്രസുമായുള്ള ചർച്ചകൾ പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 5 പേരെ നിശ്ചയിച്ചത് മുന്നണിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനുള്ള ലീഗിന്റെ തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇനി ഗഫൂറോ അഷ്റഫോ എന്ന ഒരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അവസാന നിമിഷത്തെ സാധ്യതകൾ കൂടി പരിശോധിക്കാം. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള V.E. ഗഫൂറിന് പകരം കാസർഗോഡ് നിന്നുള്ള AKM അഷ്റഫിനെ പരിഗണിച്ചേക്കുമെന്ന സൂചനകളും ശക്തമാണ്. വടക്കൻ മലബാറിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ അർഹമായ പ്രാതിനിധ്യം നൽകണം എന്ന ആവശ്യം ഉയർന്നു വന്നാൽ ഗഫൂറിന് പകരം അഷ്റഫ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ചർച്ചകൾ ഇനിയും തുടരും. PMA സലാം
മന്ത്രിമാരുടെ കാര്യത്തിൽ പാർട്ടി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിലും മുന്നണി തലത്തിലുള്ള ചർച്ചകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് ഇന്നലെ ലീഗിന്റെ സെക്രട്ടറിയാണ് PMA സലാം വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വവുമായി കൂടുതൽ ചർച്ചകൾ ഉടൻ തന്നെ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അടുത്തത് എന്ത് എന്ന ചോദ്യം നോക്കുകയാണെങ്കിൽ 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു ചോദ്യം KK രമ MLA അത് മന്ത്രി സ്ഥാനത്തേക്ക് KK രമയെ പരിഗണിക്കുമോ എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് നറുക്കു വീണിട്ടുണ്ട് മന്ത്രിസഭയിലേക്ക്. അങ്ങനെയെങ്കിൽ KK രമയെ കൂടി പരിഗണിക്കുമോ എന്നുള്ള ചോദ്യമാണ്. KK രമയെ മന്ത്രിയായി ഉയർത്തുമ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനോടുള്ള ഒരു വെല്ലുവിളി, ഇടതുപക്ഷത്തിനോടുള്ള ഒരു മറുപടി തന്നെയാണ്. ഒരു നിയമസഭയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ KK രമ വളരെ തീപ്പൊരിയായി തന്നെയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തത്. അത് ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറലൊക്കെയാണ്, ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടിയ കാര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ KK രമയെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യവും ശക്തമായി ഉയരുകയാണ്.